നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട പിണറായിയുടെ ഗൺമാന്മാരായിരുന്ന 3 പേരും ജാമ്യാപേക്ഷ നൽകി. ഷൈജു, വിപിൻ, അരുൺ എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. രഘുനാരായൺ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, വിശദാംശങ്ങൾ. കേസിൽ ആദ്യം പ്രതി ചേർക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിന്റെയും ഒപ്പം തന്നെ സന്ദീപിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചിരുന്നു. ആ അപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തത്. കാരണം നിലവിൽ ഇരുവർക്കുമെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ജാമ്യാപേക്ഷയുടെ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇക്കാര്യം തള്ളിയത്. ഇതിന് പിന്നാലെയാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട മറ്റ് 3 പേരും. കാരണം കോടതിയിൽ സമർപ്പിച്ച ആദ്യ എഫ്ഐആർ പ്രകാരം സന്ദീപും ഒപ്പം തന്നെ അനിൽകുമാറും കണ്ടാൽ അറിയാവുന്ന മറ്റ് 3 പേരുമായിരുന്നു പ്രതികൾ. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ മറ്റ് 3 പേരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതായത് സുരക്ഷാ സേനയിൽ ഉണ്ടായിരുന്ന ഷൈജു, വിപിൻ, അരുൺ എന്നിവരെയും കൂടി കേസിൽ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 3 പേരും കോടതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് 3 പേർക്കുമെതിരെ ജാമ്യം ലഭിക്കാവുന്ന 294B, 324, 325 എന്നീ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യമില്ല. പക്ഷെ അപ്പോഴും ഒരു രാഷ്ട്രീയമായ ഒരു കേസ് കൂടിയാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർക്കെതിരെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ കൂടി, വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ കൂടി ചുമത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരിക്കാം ഈ 3 പേരും കോടതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ജൂൺ 2-ന് കേസ് കോടതി പരിഗണിക്കും. രഘുനാരായൺ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.